ഇതൊരു ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗാണ് കേട്ടോ. എന്ന് വെച്ചാൽ ഒരു മോർണിംഗ് ടു ഒരു ആഫ്റ്റർനൂൺ വരെയുള്ള വ്ളോഗ്സാണ് ഞാൻ ഇന്ന് എടുത്തിട്ടുള്ളത്. അപ്പം രാവിലെ തന്നെ എണീച്ച് കുറച്ച് പണികളൊക്കെ തീർക്കാനുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് വ്ളോഗ് എടുത്തു തുടങ്ങിയത്. അപ്പം ചായയൊക്കെ റെഡിയാക്കി അതിനുശേഷം മോനെ സീറ്റിൽ കൊണ്ടിരുത്തി. ആദ്യം ഇരുത്തിയപ്പോൾ ഉള്ള കരച്ചിലാണ് കേട്ടോ നിങ്ങൾ കണ്ടത്. അത് കഴിഞ്ഞ് അവൻ അങ്ങ് ഓക്കെയായി. അപ്പം ഞങ്ങൾക്ക് ഇന്ന് രാവിലെ കഴിക്കാൻ പുഴുങ്ങിയ പഴവും കോഴിമുട്ടയായിരുന്നു കേട്ടോ. അപ്പോൾ അവന് പാലും ഞാൻ ചായയാണ് എടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞ് ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു കേട്ടോ. ചായ കുടിയൊക്കെ കഴിഞ്ഞ് നേരെ വന്ന് കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വെച്ചു. ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന പാത്രങ്ങളല്ലേ, അതൊക്കെ ഒന്ന് കഴുകി നീറ്റാക്കി എടുത്ത് വെച്ചു കേട്ടോ. പാത്രമൊക്കെ കഴുകി വന്ന് ഞാൻ ടേബിളൊന്ന് ക്ലീൻ ചെയ്തിട്ടു. പിന്നെ അവനിരിക്കുന്ന ആ ഒരു ചെയറും ക്ലീൻ ചെയ്തിടാനുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് നേരെ വന്നത് ബെഡ്റൂം ഒന്ന് ക്ലീൻ ചെയ്തിടാനാണ് കേട്ടോ. ബെഡൊന്നും വിരിച്ചിട്ടിട്ടുണ്ടായിരുന്നില്ല, കാരണം മോൻ എണീച്ച് വന്ന് അവന് ഫുഡൊക്കെ കൊടുത്തതിന് ശേഷമാണ്, സമയം എടുത്തിട്ടൊക്കെയാണ് കേട്ടോ ഞാൻ ബെഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടുക. അപ്പോൾ ആദ്യം ജനലൊക്കെ ഒന്ന് തുറന്നിട്ടു. അതിന് ശേഷം ബെഡൊക്കെ ഒന്ന് നീറ്റായിട്ട് വിരിച്ചിട്ടു. അത് കഴിഞ്ഞ് നേരെ വന്നത് ചോറിന് വെള്ളം വെക്കാനാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് അറിയാമായിരിക്കും, വീഡിയോ കാണുന്ന ആൾക്കാർക്ക്, ഞാൻ കുക്കറിലാണ് ചോറ് വെക്കുന്നത്. അപ്പം കുക്കറിൽ വെള്ളം അടുപ്പത്ത് വെച്ചു. അതിനുശേഷം അരിയൊക്കെ കഴുകി ഞാൻ ചോറിനുള്ളത് വെച്ചു കേട്ടോ. ചോറ് വെക്കുന്ന കൂട്ടത്തിൽ തന്നെ ഞാൻ മോന് കൊടുക്കാൻ വേണ്ടിയിട്ട് വെള്ളക്കടല വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതൊക്കെ ഒന്ന് വറവിടാൻ വേണ്ടിയിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വന്നിട്ട് തലേദിവസം തന്നെ ഞാൻ അലക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ഡ്രയറിലിട്ടു. പിന്നെ ബാക്കി തുണി അലക്കാനുണ്ടായിരുന്നു, അതും മെഷീനിലിട്ടു കേട്ടോ. പിന്നെ അതേ രാവിലെ ഇന്നത്ര വലിയ മഴയൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു മൂടിക്കെട്ടിയ കാലാവസ്ഥയാണെങ്കിൽ കൂടി ഇന്ന് മഴ കുറവായിരുന്നു. അപ്പം ആ ഒരു ഗ്യാപ്പിൽ മുറ്റമൊക്കെ നടിച്ചു വാരി. പിന്നെ മോനും മഴയില്ലാത്തപ്പോഴാണ് ഈ മുറ്റത്തിറങ്ങി നടക്കാൻ പറ്റുന്നത്. അപ്പോൾ മോനും കുറച്ച് മുറ്റത്തൂടി നടന്നു. അത് കഴിഞ്ഞ് വന്നിട്ട് ഈ വെള്ളക്കടല, വേവിച്ച വെള്ളക്കടല ഒന്ന് വറവിട്ടെടുത്തു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഈ ഒരു കൊറിയറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ കറി വെക്കാൻ നോക്കി. പരിപ്പും മുരിങ്ങക്കായും തക്കാളി ഇട്ടിട്ടുള്ള കറിയാണ് കേട്ടോ. അപ്പം അതൊക്കെ റെഡിയാക്കി അതും അടുപ്പത്ത് വെച്ചു കേട്ടോ. പിന്നെ വറവിട്ട വെള്ളക്കടല കുറച്ചെടുത്ത് മോന് കൊടുത്തിട്ടോ. അവനതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനത്തെ ഒക്കെ. അത് കഴിഞ്ഞ് പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു. ഞാൻ അപ്പം എടുക്കുന്ന പാത്രങ്ങളൊക്കെ മാക്സിമം അപ്പം തന്നെ കഴുകാൻ നോക്കാറുണ്ട് കേട്ടോ, കാരണം ഒരുപാടായി കഴിയുമ്പോൾ കഴുകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് കഴിഞ്ഞ് ചോറ് ഊറ്റി വെച്ചു. ഞാൻ കുക്കറിൽ തന്നെയാണ് കേട്ടോ ഊറ്റി വെക്കുന്നത്. ഞങ്ങൾക്ക് 2 പേർക്കുള്ള ഫുഡായതുകൊണ്ട് ഒരുപാട് ചോറൊന്നും ഇല്ല, ഒരു ഗ്ലാസ് അരി ഇട്ടിട്ട് ചോറ് വെച്ചാൽ മതി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞത് കുറച്ച് നേരം ഞങ്ങൾ മോനുമായിട്ട് ഇരുന്ന് കളിച്ചു. അത് കഴിഞ്ഞ് അവനുള്ള പാലൊക്കെ എടുത്തു കേട്ടോ. അപ്പോൾ പാലൊക്കെ അവനും കൊടുത്താൽ അവൻ തന്നെ കിടന്ന് കുടിച്ചോളും. അത് പാൽ കുടിക്കുന്ന സമയം കൊണ്ട് ഞാൻ നേരത്തെ വന്ന് ആ കൊറിയർ പൊട്ടിച്ചു. അപ്പോൾ ഈ വൈപ്സ് ആയിരുന്നു കേട്ടോ. ഇതെനിക്ക് വേണ്ടിയിട്ടല്ല, അനിയത്തിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് കഴിഞ്ഞ് കറിയായി. അത് കഴിഞ്ഞ് കറിക്കുള്ള അരപ്പൊക്കെ റെഡിയാക്കി കറിയൊക്കെ വറവിട്ടെടുത്തു കേട്ടോ. അപ്പം ഇതാണ് നമ്മളെ കറി. പിന്നെ കുറച്ച് നേരം മോൻ്റെ കളി കാര്യങ്ങളൊക്കെയാണ്. പിന്നെ കുറച്ച് നേരം അവൻ്റെ കൂടെ അങ്ങനെ നടക്കും. അത് കഴിഞ്ഞ് ഞാൻ വന്നിട്ടൊരു ചായയൊക്കെ ഇട്ടിട്ട് നമ്മൾ നേരത്തെ വറവിട്ടുണ്ടായിരുന്ന വെള്ളക്കടലല്ലേ,
അത് കഴിച്ചു കേട്ടോ. അത് കഴിഞ്ഞ് മോനെ കുളിപ്പിച്ച് അവനെ കിടത്തി ഉറക്കി. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു വ്ളോഗ്. അപ്പം നമ്മളെ വ്ളോഗ് ഇഷ്ടപ്പെട്ടാൽ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പം ഇനി ഇങ്ങനത്തെ വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ. അപ്പം ഓക്കെ, താങ്ക് യു, ബൈ.